ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇപ്പോഴല്ല, നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഷോ നിങ്ങളൊന്ന് ചെറുതായിട്ട് മാമിനെ മൂവ് ചെയ്യിപ്പിക്കത്തുള്ളൂ. ഇപ്പൊ എന്തായാലും മാം ഹാൻഡിങ് ഓവർ ദ മൈക്ക് ടു ഹന്ന. കാരണം ഹന്ന, വൺ മോർ ടൈം, കാരണം ഇത്രയും വലിയൊരു ടീമിനോടൊപ്പം വർക്ക് ചെയ്യുന്നു. ടി.എസ്. സുരേഷ് ബാബു എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ബ്രാൻഡ് ആയിട്ടുള്ള സംവിധായകനുമായിട്ട് വർക്ക് ചെയ്യുന്നു. വാട്ട് യു ഹാവ് ടു സേ ദാറ്റ്? ടി.എസ്. സുരേഷ് ബാബു സാർ, പേര് നമുക്കറിയാം എല്ലാവർക്കും. ഹൗ മച്ച് കോൺട്രിബ്യൂഷൻ ഗ്യാസ്കി വന്ന മലയാളത്തിൽ മമ്മൂട്ടി സാറിൻ്റെ പല ഹിറ്റ് സിനിമകളിലും കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹമാണ്. സോ അദ്ദേഹത്തിൻ്റെ സിനിമയിലൊരു ഭാഗമാകാൻ കഴിയാം, അതായത് എ ബിഗ് ബ്ലെസ്സിങ്. ഐ ഫീൽ ഗ്രേറ്റ്ഫുൾ. ഒരു നന്ദി തോന്നുന്നൊരു നിമിഷമാണിത്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റേജിലേക്ക് എല്ലാവരും ഇവരൊപ്പം എല്ലാവരും നിൽക്കാനും ഈ ഒരു ചിത്രത്തെ പ്രൊമോട്ട് ചെയ്യാൻ ഇവരുടെ കൂടെ നിൽക്കാൻ പറ്റിയതിലൊക്കെ ഒത്തിരി സന്തോഷം തോന്നുന്നു. കൂടുതൽ വാക്കുകളൊന്നുമില്ല, ബിക്കോസ് ഇപ്പം എക്സൈറ്റ്മെൻ്റ് ആണ്. അതായത് ഒരു ആഴ്ച പോലും ഇല്ലാതെ 14-ാം തീയതി ആവാണ്, ഒരു റിലീസാണ്. അപ്പം എങ്ങനെ ഓഡിയൻസ് സ്വീകരിക്കും, എങ്ങനെ ആ പ്രതികരണം എങ്ങനെയായിരിക്കും, എന്താവുന്നുള്ള ആ ഒരു ഉണ്ടാവുമല്ലോ. എവറി മൂവി റിലീസ് ആകുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റിനും ദ ഹോൾ ക്രൂ വിൽ ഹാവ് ദാറ്റ് കൺഫ്യൂഷൻ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കൺഫ്യൂഷനുമാണ് നിൽക്കുന്നത്. സോ ആകെ എനിക്ക് എല്ലാവരോടും ചോദിക്കാനുള്ളത് നിങ്ങളുടെ സപ്പോർട്ടാണ്. ഈ നിൽക്കുന്ന ഓഡിയൻസ് എല്ലാവരും, ഇത് കേൾക്കുന്ന എല്ലാവരും 14-ാം തീയതി പോയി കാണുക. ഇത് മാത്രമേ എനിക്ക് എൻ്റെ വായിന്ന് പറയാനുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇനി ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ട്. കാരണം ഞങ്ങൾക്ക് പേഴ്സണലി ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ്, അതുല്യ പ്രതിഭ കൂടിയാണ് ഡ്രാക്കുള സുധീരേട്ടൻ. ഞങ്ങളുടെ സ്വന്തം സുധീരേട്ടൻ, എന്താണ് ആഡ് ഓൺ ചെയ്യാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷം. ആദ്യമായിട്ട് നന്ദി പറയുന്നത് സുരേഷ് ബാബു സാറിനാണ്. അദ്ദേഹം ഇതിനകത്ത് ഒരു ഗംഭീര കഥാപാത്രം തന്നു. പിന്നെ സന്തോഷമായിട്ടുള്ളത് നല്ല രീതിയിൽ ഭംഗിയായിട്ട് കഥാപാത്രത്തെ ഓടി പിടിപ്പിച്ചു, എന്നെ കൊണ്ട് അവതരിപ്പിച്ചു. പിന്നെ ഇരട്ടി മധുരം തരുന്ന കാര്യം, ഞാൻ എൻ്റെ ജീവിതത്തിന് ആദ്യമായിട്ട് ഒരു ശമ്പളം വാങ്ങിക്കുന്നത് ഈ ഡീനയുടെ പ്രൊഡ്യൂസർ, നമ്മൾ ബോസിനെ വിളിക്കുന്ന അബ്ദുൽ നാസറിക്കയുടെ കയ്യിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ അക്ബർ ട്രാവൽസിൽ ഒരു സ്റ്റാഫായിട്ടാണ് ഞാൻ ജീവിതം തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു ശമ്പളം വാങ്ങിക്കുന്നത്. അദ്ദേഹം പോലും അറിഞ്ഞാണില്ല ഞാനാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ഓർമ്മ കാണില്ല. പക്ഷേ ഒരുപാട് നന്ദി ബോസിന്. ഈ അവസരത്തിൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചോളി ബോസിൻ്റെ ബ്രദറാണ്, ബാബുക്ക എന്ന് പറയും. എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ട് അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഈ സിനിമ ഒരുപാട് ഗംഭീര വിജയമാകട്ടെ എന്ന് ജഗദീശ്വരൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഗോകുലകുമാർ സാർക്ക് ഇവിടെ ഉണ്ട്. ഗോപാലേട്ടനോട് പരസ്യമായിട്ട് പുള്ളിയുടെ അടുത്ത പടത്തിലൊരു വേഷം തരണമെന്ന് പറയുകയാണ്. പരസ്യമായിട്ട് ചാൻസ് ചോദിക്കുകയാണ്. അപ്പം ഇനിയിപ്പം മാറ്റി പറയാൻ പറ്റില്ല, ആ സുധീർ വഹിക്കാൻ പറയും. ഒത്തിരി സന്തോഷം. ഈ സിനിമ ഗംഭീര വിജയമാകട്ടെ. സുരേഷ് ബാബു സാറിനെ പോലുള്ള ഒരു ഡയറക്ടറുടെ കൂടെ കോട്ടയം ഒക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സിനിമ അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്. അതായത് ആ ഒരു പാറ്റമുള്ള സിനിമയല്ല ഇതൊരിക്കലും. സുരേഷ് ബാബു സാറിൻ്റെ പടമല്ല ഇത്. കണ്ടു നോക്കിയാൽ ഞെട്ടിക്കും. രവിചന്ദ്രൻ്റെ ക്യാമറ എടുത്തു പറയേണ്ട കാര്യം, ഇത് ഞെട്ടിക്കുമെന്ന് പൂർണ്ണ ഉറപ്പുണ്ട്. ഗംഭീരമാകട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. രണ്ട് ആർട്ടിസ്റ്റുകളെ കൂടി ഞങ്ങൾ ഒന്ന് വിളിക്കാണ്, കവിത ആൻഡ് ജാസ്മിൻ. അവരുടെ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ. SN മീഡിയ ന്യൂസ്